4:43 ആയപ്പോൾ എഴുന്നേറ്റ്. മോൻ എണീറ്റപ്പോൾ പിന്നെ ഞാൻ എണീക്കേണ്ടി വന്നു. പിന്നെ ബെഡൊക്കെ ആകെ ഇങ്ങനെ അലങ്കോലമായി കിടക്കണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേനും ഇതാ മറ്റാൾ ബാത്റൂമിലാകെ വെള്ളത്തേറ്റ് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് മോൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ബെഡൊക്കെ വിരിച്ചിട്ടിട്ട് ബാത്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ മൂപ്പരിതാ കുപ്പിയിൽ വെള്ളം നിറച്ച് കളിക്കുകയാണ്. പിന്നെ കപ്പൊക്കെ എടുത്ത് ക്ലോസറ്റിലൊക്കെ ഇട്ടിട്ട് കളിയിലാണ്. അപ്പം ഞാൻ അവൻ്റെ പമ്പേഴ്സും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് മേലൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് പിന്നെ താഴത്തേക്ക് വന്നപ്പോൾ വെള്ളമല്ല കുടിക്കാൻ, അപ്പോൾ അതൊന്ന് ചൂടാക്കി. ഇത് മൂപ്പര് സ്ഥിരം പ്ലേസാണ്, അവനവിടെയാണ് എപ്പോഴും ഇരിക്കുക. അവിടുത്തെ പാത്രങ്ങളൊക്കെ വലിച്ചെറിയൽ മൂപ്പരുടെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ പിന്നെ ഇതാ ചായ ഉണ്ടാക്കി, പിന്നെ തിരുമ്പാനുള്ളതൊക്കെ ഒന്നിട്ട്, പിന്നെ ഇതാ മറ്റാൾ ഇവിടുന്ന് തേങ്ങയും പാത്രങ്ങളൊക്കെ നിലത്തേക്ക് വലിച്ചെറിയൽ കഴിഞ്ഞിട്ടുണ്ട്. ചായപ്പൊടിയൊക്കെ ഇട്ട ശേഷം ഇത് അവനക്ക് വേണ്ടിയിട്ട് ഞാൻ പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ തോന്നുമ്പോൾ അവനതൊക്കെ കഴിക്കുമെന്ന്. അവനവിടെ സോഫയിലൊക്കെ തട്ടി താഴെ ഇട്ടിട്ട് കിടക്കുന്നുണ്ട്, അതൊന്നും കഴിച്ചില്ല. അതിൻ്റെ ഇടയിൽ അവൻ തേങ്ങ എടുത്ത് കൊടുത്തിട്ട് ഇത്ത വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് മോനിക്ക ഒന്ന് പൊട്ടിച്ചു കൊടുത്ത്. പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. ഉപ്പയും ഞാനും മാത്രമേ ഉള്ളൂ. ഉമ്മ വലിയപ്പാക്ക് വയ്യാത്ത കാരണം അവിടേക്ക് പോയിക്കുകയാണ്. അപ്പോൾ ഞാനാണ് ഇന്നത്തെ ഗൃഹഭരണം. അങ്ങനെ അതിക്ക് വേണ്ട ഉള്ളിയൊക്കെ അരിഞ്ഞിതാക്കുന്നതിനിടയിൽ അവൻ്റെ സൗണ്ട് കേൾക്കാനില്ല. സൗണ്ട് കേൾക്കാണ്ടായാൽ നമ്മൾ ഭയക്കണം, കാരണം അവൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാ കസാരയുടെ മുകളിലൊക്കെ കയറിയിട്ട് സ്വിച്ചൊക്കെ ഇട്ട് കളിക്കുകയാണ്. പിന്നെ അതാ ഫ്രിഡ്ജിൻ്റെ വയറൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കറിക്ക് വേണ്ട തക്കാളിയും സബോളൊക്കെ അരിയാൻ വേണ്ടി നിൽക്കുമ്പോൾ സഹായത്തിനായിട്ട് എൻ്റെ മകൻ അങ്ങനെ അവനും ചെയ്ത് പഠിക്കട്ടല്ലേ, അവരുടെ വൈഫിനെ അവനക്ക് ഹെൽപ്പ് ചെയ്യാമല്ലോ. അങ്ങനെ അതൊക്കെ ചെയ്ത ശേഷം നമ്മൾ വേസ്റ്റ് കളയാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളഞ്ഞ് പാത്രം കഴുകാനുള്ളതൊക്കെ ഇട്ട് വന്ന് നോക്കുമ്പോൾ കൊട്ടൊക്കെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കറി റെഡിയാക്കാം. അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു കഥ ഓർമ്മ വന്നത്. ഞാൻ ഫാമിലിയിലത്തെ ഒരു കസിൻ്റെ ഷോപ്പിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് കസ്റ്റമറായിട്ടൊരു ചേച്ചി വന്നു. അപ്പോൾ ആ ചേച്ചി കോടതി വർക്ക് ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്നോട് എന്താ പഠിച്ചത്, അങ്ങനെയൊക്കെ നമ്മൾ വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോൾ അത് എന്നോട് അന്ന് എനിക്കൊരു ഉപദേശം തന്നു. കല്യാണം എല്ലാവരും കഴിക്കും, എല്ലായിടത്തും കിച്ചണും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിലായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ലോക്കാവുള്ളൂ. നമ്മൾ മുന്നോട്ടുള്ള ഭാവി അതവിടെ സ്റ്റോപ്പാവും. അപ്പോൾ ആ ചേച്ചി അത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഓക്കെ അവർ പറഞ്ഞത് ശരിയല്ലേ അല്ലേ. നമ്മൾ കുറേ പേര് ഇപ്പോഴും നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരായാലും ഇപ്പോൾ എൻ്റെ മദറിൻ്റെ ആയാലും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുക്ക് ചെയ്യാനും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ ഒരാൾ അല്ലാതെ അവർക്ക് വേറെ ലോകമില്ല. രാവിലെ എണീക്കുന്നു എന്നും ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭാഗം മാത്രം. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. പക്ഷേ ഇത് മാത്രമായിട്ട് നമ്മളെ ജീവിതം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പാവും. നമ്മൾ ഈ വർക്കിങ് ഈ കിച്ചൺ മാത്രമായിട്ട് ഒതുങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഈ പത്തിരിയുടെ കളർ എന്തെങ്ങനെ വെച്ചാൽ ഞാൻ കുറച്ച് റാഗിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പണിത്തിരക്കിൻ്റെ ഇടയിൽ മറ്റാളിങ്ങനെ ഓരോ ഓയിലും മറ്റേ ഉപ്പാടെ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടായിരുന്നു, ഒഴിച്ച് കളഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേറെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ലാത്ത കാരണം അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ അറ്റൻഷൻ വേണം. അപ്പോൾ അവരിങ്ങനെ മോനിങ്ങനെ വന്നിട്ട് കളിക്കുക, വൃത്തിയാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുക. അപ്പോൾ അവരായിട്ട് കുറച്ച് ഇടയ്ക്ക് ഇരുന്ന് കളിച്ച ശേഷം പിന്നെയും നമ്മളെ പണി തുടങ്ങിയാണ്. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് നേരത്തെ പണി കഴിഞ്ഞു എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഞാൻ. അപ്പോഴിത് അടുത്ത ഉപ്പാടെ റൂമിലത്തെ ടേബിളുമൊക്കെ ഓരോന്ന് ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ചിരകിയിട്ട് അതൊന്ന് അടിച്ച് പാലെടുത്ത് പിന്നെ കുഞ്ഞഞ്ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് നന്നാക്കണം. അതിന് മുന്നത്തെ ഫ്രണ്ടിലൊക്കെ ആകെ പൊടിയും ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം മോനൊന്ന് കുളിപ്പിച്ചിട്ട് ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോകാൻ സോപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോൾ മൂപ്പരൊന്ന് ഉറങ്ങി. അപ്പോൾ ഉറങ്ങിയ സമയത്ത് നമുക്ക് വേഗം തിരുമ്പാളതൊക്കെ ഒന്ന് മടക്കി വെക്കാം. പിന്നെ തിരുമ്പാനുള്ളതല്ല, തിരുമ്പി ഉണങ്ങിയത് നമുക്ക് മടക്കി വെക്കാം. തിരുമ്പിയതൊക്കെ കുറച്ച് കുറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയി ഒന്ന് തോരട്ടു. ഇനി മീൻ നന്നാക്കാൻ നിൽക്കണതിന് മുന്നേ തീ പൂട്ടി വെച്ചു. അരിയൊക്കെ ഒന്ന് കഴുകി വെച്ച ശേഷം മീൻ നന്നാക്കാൻ വേണ്ടി നിന്നു. എൻ്റെ മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നിങ്ങൾക്ക് ഇന്നെ ഇതിൽ കാണുക. ഇറ്റ്സ് ബിക്കോസ് മദർഹുഡ് ചേഞ്ച് എ വുമൻ ഇൻ എവരി സിംഗിൾ വേ അല്ലേ. അതുപോലെ ഒരാളുടെ ശരീരമായാലും അവരുടെ മനസ്സായാലും അവരുടെ ഇമോഷൻസ് ആയാലും ഐഡൻറ്റിറ്റി ആയാലും ഒരു മദർഹുഡിലേക്ക് കിടക്കുമ്പോൾ അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരികയാണ്. എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു ലൈഫല്ല പിന്നീട് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് വന്ന ചേഞ്ചിനെ കൂടുതലുള്ളവരും കൂടി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഒരു
സമാധാനമാണ്. എന്ന് വെച്ചാൽ മദർ ഹാപ്പി ആണെങ്കിലാണ് അവരെ കൂടെ വളരുന്ന മക്കളും ഹാപ്പി ആവുള്ളൂ. അതൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ അരിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി വെച്ച ശേഷം നമുക്ക് ഇനി ബാക്കി പരിപാടികൾ ചെയ്യാം. ഐ കാൻ ഡു ദിസ് എനിമോർ എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഗൈസ്? സംടൈംസ് എനിക്കും അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെ മക്കൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ളൊരു മദറിനെയാണ് വേണ്ടത്. നമ്മൾ സ്ട്രോങ് ആയി ഹാപ്പി ആയിട്ടിരുന്നാലാണ് മക്കളും നല്ല ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇതാ ഒറ്റപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ജോലിയും മക്കളെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സമയവും കടന്നു പോവും, നമ്മളും ഹാപ്പിയാവും. മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ മക്കൾക്ക് വേണ്ടി ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങളൊക്കെ ഇതാക്കുക എന്നല്ല. നമുക്ക് കരച്ചിൽ വരുമ്പോൾ കരയാം, പക്ഷേ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കളെ മുഖം കാണുമ്പോൾ സ്ട്രോങ് ആവുന്ന അമ്മമാരാണ് എപ്പോഴും ഉള്ളത് അല്ലേ. അപ്പം നമുക്ക് ഡെലിവറി കഴിഞ്ഞാൽ ആ പെയിൻ നമ്മൾ മറക്കുക അവരുടെ ഫേസ് കാണുമ്പോഴാണ്. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിരിക്കുക. ഒരു നെഗറ്റീവ് വൈബിനും നമ്മളെ തകർക്കാൻ കഴിയില്ല അല്ലേ. ഇത്രയൊക്കെ സഹിച്ച് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കും. എല്ലാവരും സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മളെ മീൻകറി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ മോൻ്റെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ അത്യാവശ്യം നേരം വൈകി. മീൻകറി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പാത്രങ്ങൾ കഴുകാൻ സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തു. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് തണ്ടലൊക്കെ ഒരു വേദന വരും. അതിനുള്ള സൊല്യൂഷനും നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. അത് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ മീൻ പൊരിക്കാനുണ്ടായിരുന്നു. അടിച്ചു വരാനൊക്കെ വൈകി, അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഒരു കൊട്ടൻ ചുക്കാതി തൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും തൈലൊക്കെ വാങ്ങിച്ച് വെക്കുക. ഈ പണിയൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് തേച്ചിട്ട് ഒരു കുളി പാസ്സാക്കി കഴിഞ്ഞാൽ നാളേക്ക് പണിയെടുക്കാനുള്ള ഉഷാറുണ്ടാവും. അതാണ് എൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെ മോനിക്കുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാനും ഭക്ഷണം കഴിച്ചു. വീട്ടിലിരുന്ന് ഭ്രാന്തായപ്പോൾ അവനൊന്ന് പുറത്തേക്കും കൊണ്ടുപോയിട്ടാ.